ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, സസന്തോഷത്തോടെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവ് ഒരുക്കുന്ന അസുലഭ സുന്ദര നിമിഷങ്ങൾക്കായി ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഇന്നും എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവിക ദൂത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ വെമ്പൽ കൊള്ളുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും വിനീത വന്ദനം പറയുന്നു. അതിലുപരി എൻ്റെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന, എപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിലിരിക്കുമ്പോൾ വചനത്തിൻ്റെ വാതിലുകൾ തുറന്നു തന്ന് അത്ഭുതങ്ങളെ കാണിച്ച് ആലോചനകൾ പറഞ്ഞു തരുന്ന മഹാദൈവത്തിന്, എൻ്റെ രക്ഷിതാവിന്, എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചാക്കിയ കാരുണ്യവാനായ കർത്താവിന് 1000 സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയേറ്റിക്കൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന അനുഗ്രഹീത ആലോചനയ്ക്കായി മീഖാ പ്രവചനം 7-ാം അധ്യായം 15-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. മീഖാ പ്രവചനം 7-ാം അധ്യായം 15-ാമത്തെ വാക്യം. നീ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട കാലത്തെന്ന പോലെ ഞാൻ അവനെ അത്ഭുതങ്ങൾ കാണിക്കും. നീ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട കാലത്തെ പോലെ ഞാൻ അവനെ അത്ഭുതങ്ങൾ കാണിക്കും. തിരുവെഴുത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാക്കാണ് അത്ഭുതങ്ങൾ. വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അത്ഭുതങ്ങൾ. ആത്മീയതയുടെ പ്രത്യേകതയാണ് അത്ഭുതങ്ങൾ. ആത്മീക ജീവിതത്തിൽ അത്ഭുതങ്ങളുണ്ട് ദൈവമക്കളെ. പ്രാർത്ഥനാ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ, ദൈവത്തോട് കൂടെ നടക്കുന്ന ജീവിതത്തിൽ, ദൈവത്തെ ആരാധിക്കുന്ന ആത്മീകതയിൽ അത്ഭുതങ്ങളുണ്ട്. അത്ഭുതങ്ങൾ അടങ്ങിയതാണ് ആത്മീക ജീവിതം. കുറേ ചട്ടക്കൂടുകളും കുറേ തനി ആവർത്തനങ്ങളും തന്നെയും പിന്നെയും പിന്നെയും പറഞ്ഞ് ഒതുങ്ങിക്കൂടി ഒരു സിലബസിനകത്ത് ഒതുക്കി നിർത്തിയിരിക്കുന്നതല്ല ആത്മീക ജീവിതം. പിന്നെയോ അതിനകത്ത് ദൈവപ്രവർത്തികളുണ്ട്. തത്വത്തിൽ ദൈവപ്രവർത്തികളാണ് അത്ഭുതങ്ങളെന്ന് പറയുന്നത്. ആരോ പ്രഭാഷണ മധ്യത്തിൽ പറയുകയോ ഏതോ ജ്ഞാനി തൻ്റെ കമൻട്രിയിൽ എഴുതുകയോ ചെയ്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. ദൈവം എന്ത് ചെയ്താലും അത് അത്ഭുതമായിരിക്കും. ശരിയാണ് ആ പറഞ്ഞത്. കാരണം മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ദൈവം ചെയ്യണ്ടല്ലോ, നമ്മൾ തന്നെ അങ്ങ് ചെയ്താൽ പോരെ. നമുക്ക് ചെയ്യാൻ പറ്റാത്തത്, പലരും കൂടി നോക്കിയിട്ട് നടക്കാത്തത്, ഒരു സമൂഹം മുഴുവൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടത്, ശക്തന്മാരും ഉന്നതന്മാരും ഭരണകർത്താക്കളും സാമ്പത്തികമോ ബുദ്ധിപരമായിട്ട് ഭയങ്കര നിലവാരത്തിൽ ഉന്നതമായിരിക്കുന്ന സ്ഥിതിഗതികളിൽ നിൽക്കുന്നവർ, അവർ നോക്കിയിട്ട് നടക്കാത്തത് സ്വർഗം ചെയ്യുമ്പോഴല്ലേ, അല്ലെങ്കിൽ ദൈവം ഒരുവനെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴല്ലേ അത് അത്ഭുതമായി മാറുന്നത്. എന്നും നടക്കുന്ന കാര്യങ്ങൾ അതൊരു അത്ഭുതമാണോ? അസാധാരണമായിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതാണ് അത്ഭുതങ്ങൾ. ഇവിടെ ഇതാ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്നോടെ സൂക്ഷിച്ച് കേട്ടോ. ഞാൻ നിന്നെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച കാലത്തിലെന്ന പോലെ അവന് അത്ഭുതങ്ങളെ കാണിച്ചു കൊടുക്കും. ആത്മീക ചരിത്രത്തിൽ അഥവാ ലോക ചരിത്രത്തിൽ, അതൊരുപരി ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ലോകം കണ്ടത്, രാഷ്ട്രങ്ങൾ കണ്ടത്, ജനം കണ്ടത് ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ആ കാലത്താണ്. ശ്രദ്ധിച്ചു നോക്കണം വാക്യം കേട്ടോ. ഞാൻ നിന്നെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച കാലത്തെന്ന പോലെ. മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിന് ശേഷം മരുഭൂമിയിൽ കൂടെ 40 കൊല്ലം നടന്നു. അവിടെയൊക്കെ അത്ഭുതം നടന്നിട്ടുണ്ട്. എന്നാൽ ഏറ്റവും വലിയ അത്ഭുതം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട കാലത്തായിരുന്നു. ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന്, ആ പാപപങ്കിലമായ പശ്ചാത്തലത്തിൽ നിന്ന്, മിസ്രയീമിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്ന്, ആ ഭയാനകമായിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് ദൈവം സ്നേഹിച്ച അബ്രാഹാമിൻ്റെ മക്കളെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സർവശക്തനായ ദൈവം നിയോഗിച്ചയച്ച മോശ മിസ്രയീമിൽ കിടക്കുന്ന ജനത്തെ വിടുവിക്കാൻ വേണ്ടി ഫറവോനുമായിട്ട് സംഭാഷണത്തിന് ചെന്ന ദിവസം മുതൽ ചെങ്കടൽ കയറുന്ന ദിവസം വരെ അത്രയും കാലഘട്ടത്തിനിടയിലുള്ള സമയമാണ് നീ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട കാലം എന്ന് പറയുന്നത്. മരുഭൂമിയിലേക്ക് കയറുമ്പോൾ നീ മരുഭൂമിയിലൂടെ നടന്ന കാലം എന്ന് എഴുതിയേനെ. അപ്പോൾ ആ ഡ്യൂറേഷൻ, ആ കാലഘട്ടം, അന്നാണ് ഏറ്റവും വലിയ അത്ഭുതങ്ങൾ. ആ ഭാഗം വായിച്ചു നോക്കണം. മാനവചരിത്രത്തിൽ തന്നെ ഇത്ര വലിയ അത്ഭുതങ്ങൾ നടന്ന
ഒരു കൂട്ടർക്ക് വേണ്ടി ഇത്രയും മാലയിൽ കോർത്തിട്ടിരിക്കുന്നത് പോലെ ഒന്നിന് പുറകെ ഒന്ന് ഇത്രയും അമാനുഷികവും അസാധാരണവുമായിരിക്കുന്ന അത്ഭുതങ്ങൾ നടന്ന കാലം വേറെയുണ്ടോ ഒന്ന് ചിന്തിക്കാൻ കഴിവുള്ള പ്രിയപ്പെട്ടവരും കർത്തൃദാസന്മാരും അടിയൻ ഈ പറയുന്ന വാക്കിൻ്റെ പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് ചിന്തിച്ചു നോക്ക്. അത്ര വലിയ അത്ഭുതങ്ങളാണ് ലോകം കണ്ടത്, മനുഷ്യൻ കണ്ടത്, മിസ്രൈമും കണ്ടത്, ഇസ്രായേൽ കണ്ടത്, ഫറവോൻ കണ്ടത്, ഫറവോൻ്റെ കൂട്ടാളികൾ കണ്ടത്. അത്ര വലിയ അത്ഭുതങ്ങൾ. ആ അത്ഭുതങ്ങളിലൂടെയാണ് ദൈവമായ കർത്താവ് തൻ്റെ ജനത്തെ വിടിവിച്ച് നടത്തിയത്. ദൈവയുടെ വാക്ക് പറയുന്നു, അന്നത്തെ പോലത്തെ ഒരത്ഭുതം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ അതിനെ ഇരുത്തി ചിന്തിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഗ്രഹിപ്പിച്ചത് എന്താണെന്നറിയാമോ? ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്ത കനാലിൽ എത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു പ്രോജക്റ്റായിരുന്നു, ഒരു പദ്ധതിയായിരുന്നു. ആ പദ്ധതി നടപ്പാക്കാൻ അത്ഭുതങ്ങൾ ആവശ്യമായിരുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് ആ വാക്ക് പറയട്ടെ, നിന്നെക്കുറിച്ച് സർവശക്തനായ ദൈവത്തിനൊരു വലിയ പദ്ധതി ഉണ്ടെങ്കിൽ, നിൻ്റെ കുടുംബത്തെക്കുറിച്ചോ നിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചോ നീ കണ്ട ദർശന സാഫല്യത്തെക്കുറിച്ചോ നിൻ്റെ തലമുറയോട് പറഞ്ഞിരിക്കുന്ന ദൈവീകമായിരിക്കുന്ന പദ്ധതി നിവർത്തിക്കപ്പെടാൻ വേണ്ടി സ്വർഗസ്ഥനായ ദൈവത്തിനൊരു വലിയ കാര്യപരിപാടി ഉണ്ടെങ്കിൽ, അത് നടത്തിപ്പിൽ വരാൻ അത്ഭുതങ്ങൾ ആവശ്യമാണെങ്കിൽ എൻ്റെ ദൈവം അത് ചെയ്തിരിക്കും. ഈ അത്ഭുതങ്ങളെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 3-4 കൂട്ടം കാര്യങ്ങൾ പറയാം. ഒന്ന്, അത്ഭുതങ്ങൾ ആത്മീകത്തിലെ അനിവാര്യമായ കാര്യമാണ്. 2, അത്ഭുതങ്ങൾ ദൈവിക സ്വഭാവമാണ്. 3, ദൈവഭക്തന്മാരുടെ അവകാശമാണ് അത്ഭുതങ്ങൾ. 4, ഈ വാക്യം വെച്ച് പറയുന്നു, ഏതോ കാലത്തൊക്കെ ദൈവം അത്ഭുതം ചെയ്തിട്ടുണ്ട്, ഇന്നൊന്നും അങ്ങനെയല്ല. അത്ഭുതങ്ങൾ ഏത് കാലഘട്ടത്തിലും ഏത് സമയത്തും എവിടെയും ആവർത്തിക്കാം. 5-മത്തെ കാര്യം, അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ അത്ഭുതങ്ങൾക്കുള്ള ആവശ്യകത, അനിവാര്യത ഉണ്ടായിരിക്കണം. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറയട്ടെ? വെറുതെ ദൈവം ആർക്കും വേണ്ടി ഒരത്ഭുതം ചെയ്തിട്ടില്ല. വെറുതെ അത്ഭുതം കാണാൻ വേണ്ടി ആളുകൾ തടിച്ചുകൂടിയാൽ, ഒരു മാജിഷ്യനെ പോലെ അത്ഭുതം കാണിച്ച ആളുകളുടെ കയ്യടി മേടിക്കാനല്ല ദൈവം മനുഷ്യനായിട്ട് ഇവിടെ വന്നതും ദൈവം സ്വർഗത്തിലായിരിക്കുന്നതും. ഇപ്പം അത്ഭുതം കാണാൻ ഒരുപാട് പേര് വന്നു. അങ്ങനെ അത്ഭുതം കാണാൻ ക്യൂ നിന്നാലൊന്നും കാണാൻ പറ്റില്ല. മാത്രമോ, യേശുക്രിസ്തു ലോകത്തിലായിരുന്ന സമയത്ത് ചിലർ വന്നിട്ട് യേശുവിനോട് കെഞ്ചിക്കാണ് ചോദിച്ചില്ലേ, ഒരടയാളം കാണിക്കാമോ, ഒരത്ഭുതം കാണിക്കാമോ എന്ന് ചോദിച്ചില്ലേ? കർത്താവ് ഉടനെ എല്ലാവരും ഇച്ചിരി അങ്ങ് അകന്ന് നിന്നേ, അത്ഭുതം കാണിക്കാമോ, എല്ലാവരും ശ്രദ്ധയോടെ നിന്നേ എന്നും പറഞ്ഞുകൊണ്ട് കർത്താവ് അങ്ങ് അത്ഭുതം തുടങ്ങുമായിരുന്നു? അല്ലല്ലോ. കർത്താവ് പറഞ്ഞു, നോ, നിങ്ങൾക്ക് യോനയുടെ അടയാളമല്ലാതെ വേറെ അടയാളമൊന്നുമില്ല. അങ്ങനെ പറയുമ്പോൾ അത്ഭുതം കാണിക്കാൻ ഇരിക്കുന്ന ആളാണോ ദൈവം? അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താ? നിന്നെ രക്ഷിപ്പാൻ, നിന്നെ വിടിവിക്കാൻ, നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, നിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി നിനക്ക് തരുവാൻ, നീ രക്ഷപ്പെടുവാൻ, നീ ഉയരുവാൻ, നിൻ്റെ കണ്ണുനീര് തോരുവാൻ, നീ അവിടെ ആ സ്ഥാനത്ത് നാണിച്ചു പോകാതിരിപ്പാൻ, നീ നെഞ്ചു തിരുമ്മി കരയുന്ന വിഷയത്തിന്മേൽ ഒരു ദൈവിക നടപടി ഉണ്ടാകാൻ ഒരത്ഭുതം ആവശ്യമാണെന്ന് ദൈവം തമ്പുരാന് തോന്നിയാൽ എൻ്റെ കർത്താവ് കയ്യും കെട്ടിയിരിക്കുകയില്ല. സ്വർഗം അത്ഭുതങ്ങൾ തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ വാക്യം ഇന്ന് സമർത്ഥിച്ച് പറയുന്നു. സ്വർഗം വാക്ക് പറയുന്നു, നീ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട കാലത്തിലെന്ന പോലെ ഞാൻ വീണ്ടും അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യും, നിന്നെ കാണിക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ നിരന്തരമായിട്ട് എന്നെ കേൾക്കുകയും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒത്തിരി സങ്കടത്തോടെ പ്രാർത്ഥിച്ച് മനസ്സ് ഭയങ്കരമായി ഭാരപ്പെടുന്നു. മടുക്കത്തില്ല, പക്ഷേ ഇനി എത്ര കാലം എന്നൊക്കെ ചോദിച്ചിരിക്കുന്ന ചില വിഷയത്തിന് ഇനി അത്ഭുതം നടന്നേ മതിയാകൂ. ഈ വിഷയം നടപ്പിൽ വരുവാൻ അത്ഭുതങ്ങളിലൂടെയേ സംഭവിക്കത്തുള്ളൂ എന്ന് സ്വർഗത്തിന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് കാലങ്ങൾക്ക് ശേഷം, മീഖ പ്രവചിക്കുന്ന കാലം മിസ്രയീമിൽ നിന്ന് ജനം പുറപ്പെട്ട കാലമല്ലല്ലോ. മിസ്രയീമിൽ നിന്ന് ജനം പുറപ്പെട്ട് നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇസ്രായേൽ രാജാക്കന്മാർ കനാനിൽ പാർക്കുന്ന ഇസ്രായേൽ ജനത്തെ വാഴുന്ന കാലം. അതിൽ ആ കാലഘട്ടത്തിൽ ഒരു കൊച്ചു പ്രവാചകനായിരിക്കുന്ന ഈ മനുഷ്യനിലൂടെ പരിശുദ്ധാത്മാവ്
പറഞ്ഞ പ്രവചനമാണ്, വാക്കാണ്. മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട കാലത്തിലെന്ന പോലെ ഞാൻ വീണ്ടും നിന്നെ അത്ഭുതങ്ങൾ കാണിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വാക്ക് നിങ്ങൾക്ക് കൈമാറുകയാണ്, നിങ്ങൾക്ക് തരികയാണ്. ഇങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. എങ്ങനെ? നിൻ്റെ സന്തതി ചില വിഷയത്തിൽ നിന്ന് പുറത്തു വരാൻ, നിൻ്റെ കുടുംബം ചില കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, പിടിച്ചു വെച്ചിരിക്കുന്ന ചില ഫറവോന്യ വ്യാപാരം പോലെ വിട്ടുതരാതെ കസ്റ്റഡിയിൽ വെച്ച് വിരാജിക്കുന്ന ദുഷ്ടശക്തികളുടെ കയ്യിൽ നിന്ന് നീയോ, നിൻ്റെ കുടുംബമോ, നിൻ്റെ സമ്പത്തോ, നിൻ്റെ നന്മയോ, നിൻ്റെ ഉയർച്ചയോ, നിൻ്റെ തലമുറയോ ആരുമാകട്ടെ, അത് പുറത്തു വരാൻ സ്വർഗസ്ഥനായ ദൈവം അത്ഭുതങ്ങൾ ആവർത്തിക്കുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നു. സ്വർഗം അത് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഈ വാക്കും വാചകവും നിങ്ങൾക്ക് തരുന്നു. അതേ, ഞാൻ വീണ്ടും പറയാം, അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അത് വീണ്ടും തുടരും. വേണ്ടി വന്നാൽ ഈ മാസം തീരുന്നതിനേക്കാൾ മുമ്പ് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട കാലത്തിലെ പോലെ നിനക്ക് വേണ്ടി, ഈ വാക്ക് കേട്ട നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരുങ്ങിക്കൊള്ളുക. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അത്ഭുതങ്ങൾ വേദപുസ്തകത്തിലെ ഒരു അസാധാരണ വിഷയമാണപ്പാ. ആളുകൾ തെറ്റിദ്ധരിച്ചതും, ചില ആളുകളൊക്കെ വിമർശിച്ചതും, ചില ആളുകളൊക്കെ ദൈവമേ വില കുറച്ച് കണ്ടതൊക്കെയാണിത്. പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നു, മിസ്രയീം ഇന്ന് പുറപ്പെട്ട കാലത്തിലെ പോലെ അത്ഭുതങ്ങൾ ആവർത്തിക്കാൻ കരുത്തുള്ളൊരു കർത്താവിനെയാണല്ലോ ഞങ്ങൾ സേവിക്കുന്നത്. ഈ ഫെബ്രുവരി മാസം അപ്പച്ചാ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ചില കുടുംബങ്ങൾ നേരെ നിൽക്കാൻ, ചിലരെ രക്ഷപ്പെടാൻ, ചിലരോട് അവിടുന്ന് പറഞ്ഞ വാക്ക് നിറവേറാൻ അത്ഭുതങ്ങൾ ആവശ്യമാണെങ്കിൽ എൻ്റെ കർത്താവ് അത് ചെയ്യാതിരിക്കരുത്. അങ്ങയ്ക്ക് അറിയത്തുള്ളൂ. ഈ കുടുംബം രക്ഷപ്പെടാൻ ഒരത്ഭുതം ആവശ്യമാണോ? ഇവരുടെ കണ്ണീരും നൊമ്പരവും തീരാൻ ഒരത്ഭുതം ആവർത്തിക്കേണ്ടത് ആവശ്യമാണെങ്കിൽ ചെയ്തു കൊടുക്കണേ. ഇത് കേട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ട്? ഇത് ദൈവവചനമാണല്ലോ. എൻ്റെ അപ്പച്ച, ഈ വചനം കേട്ട് ആരെങ്കിലും മുട്ടുകുത്തി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഫെബ്രുവരി അടിയങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ആവർത്തിക്കുന്ന മാസമാക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.